നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ഇത് മേജർ അർക്കാന മാത്രമാണ്. ജസ്റ്റ് എനർജി ഒന്ന് അറിയാൻ ശ്രമിക്കാം. നമുക്ക് പേഴ്സൻ്റെ ഏറ്റവും നമ്മൾ പറയും ഡോമിനൻ്റ് ആയിട്ടുള്ള എനർജി. ഓക്കെ, അത് എന്താ നോക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാരോയിൽ നിന്ന് കൂടി നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇവിടെ എന്നത്തെ ക്വസ്റ്റ്യൻ എടുക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഒരു എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സീക്രട്ടായിട്ട് അവരെ മനസ്സിൽ എന്താ കിടക്കുന്നത് നോക്കാം. നിങ്ങളോട് തുറന്നു പറയാത്ത കാര്യങ്ങൾ. ഓക്കെ, നമ്മളിത് മുമ്പും ചെക്ക് ചെയ്തിട്ടുള്ളതാണ്, ഇടയ്ക്ക് നമുക്ക് നോക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ അവർ തുറന്നു പറയാത്ത കാര്യങ്ങൾ എന്താണ് കിടക്കുന്നത്, എന്താ ചിന്തിക്കുന്ന അവർ. ഓക്കെ, സീക്രട്ട് ഫീലിങ്സ് എന്ന് പറയാം. അത് നല്ലതാവാം, ചീത്തയാവാം, എന്തും ആവാം. ഓക്കെ, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. നമുക്ക് നോക്കാം എന്താ വരാൻ പോകുന്നതെന്ന്. ഓക്കെ, അവരുടെ മനസ്സിൽ എന്താണ് കിടക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് നോക്കാം. ഓക്കെ, നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, എംപ്രസ്, ഹൈ പ്രീസ്റ്റസ്, the tower, നോട് എടുക്കാം. ജസ്റ്റിസ്, ഹാങ്മാൻ ഉണ്ട് ഇവിടെ. സോ നിങ്ങളുടെ പേഴ്സണ് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇത് രണ്ടും കൂടി വന്ന സ്ഥിതിക്ക് ഇവിടെ ഒരു മാരേജ് സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം. നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫിനോ വേണ്ടിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ്. ആ സിറ്റുവേഷൻസ് എന്തും ആവാം. ഇവിടെ കൂടുതലും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്കല്ല, മെജോറിറ്റി റെസനേറ്റ് ആയേക്കാം. ഓക്കെ, ബാക്കി സിംഗിൾസിന് വേണ്ടി ആരോ പറഞ്ഞിരുന്നു, ഞാനത് വിട്ടുപോയി. ഓക്കെ, മറന്നു. ഓക്കെ, സോ ഇവിടെ സ്റ്റക്ക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. ഓക്കെ, അത് ഇപ്പോൾ മാരീഡ് ആണെങ്കിൽ അതായിരിക്കാം. അല്ലാത്തവർക്ക് മേ ബി ജസ്റ്റ് അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ അതിൽ സ്റ്റക്കാണ് അവർ എന്ന് പറയാം. ഓക്കെ, എംപ്രസ് എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്തത് നിങ്ങളെ അവരൊരു എംപ്രസ് ആയിട്ട് കാണുന്നു എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ അവർ വളരെയധികം ഒരു ശരിക്കും ഒരു വൈഫ് ഹസ്ബൻഡ് രണ്ടും എടുത്തോളൂ. ഓക്കെ, ഒരു മാരേജ് മെറ്റീരിയൽ എന്ന രീതിക്ക് പറഞ്ഞാൽ മതി. ഒരു മാരേജ് ചെയ്ത് ശരിക്കും നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ പറ്റും. ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് അവർ കാണുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഓൾറെഡി നിങ്ങൾ മാരീഡ് ആണെങ്കിൽ അവർക്ക് നിങ്ങളുമായിട്ട് ഫാമിലി വേണം, കുട്ടികൾ വേണം എന്ന രീതിയിലൊക്കെ ചിന്തകളുണ്ട്. ഓക്കെ, അല്ലാത്തവർക്കും ഐ തിങ്ക് അവർ അങ്ങനെ ആ രീതി ശരിക്കും ഒരു ഫാമിലി, ഒരു വൈഫ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു റെസ്പെക്റ്റോടെ ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങൾക്ക് വളരെയധികം മേ ബി നിങ്ങളൊരു ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ആൻഡ് അവരത് തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് തോന്നുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അവർ പറയാത്ത പോലും മേ ബി നിങ്ങൾ അറിയുന്നുണ്ടാവും. ചില സമയത്ത് അവർക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് എല്ലാം അറിയാം എന്ന് തോന്നുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാം. സ്പിരിച്വൽ പേഴ്സൺ അല്ലെങ്കിൽ ഈവൻ ഒരു നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് ആണ് എന്ന് പറയാം. ഇവിടെ നമ്മൾ വേറെ തരത്തിൽ പറയുമ്പോൾ തേർഡ് പാർട്ടി എന്നൊരു ഇൻഫ്ലുവൻസ് കൂടി പറയാം നമുക്ക്. ഓക്കെ, തേർഡ് പാർട്ടി കാരണം നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നതായിട്ട് കൂടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ടവർ കാർഡ് ഉണ്ട് ഇവിടെ. നിങ്ങൾ തമ്മിൽ എന്തായാലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ചെറിയ ഒരു ഉടക്കോ വഴക്കോ പ്രശ്നമോ ചെറിയ സെപ്പറേഷനോ ഒക്കെ വന്നിട്ടുണ്ടാവാനുള്ള ചാൻസ് ആണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ ഒരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ ചെറിയൊരു അകൽച്ച എന്ന രീതിക്കെങ്കിലും പറയാം. ഓക്കെ, അത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം റീസൺ ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടി ഒരു റീസൺ ആണെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ ജസ്റ്റിസ് കാണുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളോട് അവർ ന്യായമായത് ചെയ്തില്ല എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ആ രീതിക്കാണ് ഒരു മെസ്സേജ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളോടൊരു ന്യായമായത് അവർ ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. അല്ലെങ്കിൽ ചെയ്യണം, ന്യായമായത് ചെയ്യണം എന്ന രീതിക്കും അവരുടെ മനസ്സിലുണ്ട്. നോക്കാം നമുക്ക് കുറച്ചുകൂടി ഡെപ്തിൽ. കാർഡ്സ് ഇവിടെ സ്ഥലം മതിയാവില്ല, മേലെ വെക്കേണ്ടി വരും. ഓക്കെ, അവർ മനസ്സിൽ എന്താണ് ആക്ച്വലി ഇവിടെ ചില കാര്യങ്ങൾ സീക്രട്ടായിട്ട് മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നുകൂടി പറയും. നമ്മൾ ഓൾറെഡി നോക്കുന്ന റീഡിങ് അത് തന്നെയാണ്. അവരെ മനസ്സിൽ എന്താണ് അവർ ഹൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ അവരെന്തെങ്കിലും മറയ്ക്കുന്ന ഒരു കാർഡ് കൂടി ആയിരിക്കാം ഇത് നമുക്ക് റെപ്രസെൻറ്റിങ്. എന്ന് വെച്ചാൽ മേ ബി ആക്ച്വലി അവർ
വേറൊരു സിനാരിയോ കൂടി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ഓക്കെ, അവരെ മാരേജ് സിറ്റുവേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടാവാം. അത് നിങ്ങളോട് അവർ തുറന്ന് പറയുന്നുണ്ടാവില്ല. ഓക്കെ, ഇതെല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയാവാം. ചിലവർക്ക് അവരുടെ മാരേജിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടാവും. അതിനെക്കുറിച്ച് അവർ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല, ഹൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയും ഒരു സിനാരിയോ എനിക്ക് തോന്നി. ഓക്കെ, ഇവിടെ 3 ഓഫ് സോൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കിങ് ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, ഹെർമിറ്റ്, എയ്റ്റ് ഓഫ് wands, ഓക്കെ, ദ മജീഷ്യൻ, 6 of wands. എനിക്കിത് കാർഡ് എടുക്കാൻ കിട്ടുന്നില്ല, ആ സമയം എടുക്കുന്നത്. 6 of wands ആൻഡ് അഗെയിൻ ഹൈ പ്രീസ്റ്റസ്, കൺഫർമേഷൻ. ഓക്കെ, ഡബിൾ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, 4 of cups ആൻഡ് 8 of wands ആൻഡ് the star. ഓക്കെ, ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യം ഇവിടെ ഓൾറെഡി കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നും പറയാം. വീണ്ടും ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട് ആൻഡ് ഇതൊരു നമ്പർ 3 ആണ് ആക്ച്വലി. സോ ഇവിടെ എവിടെയോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വേറെ ആരെങ്കിലും ഉണ്ട് എന്ന്, ഈവൻ ഒരു അമ്മയോ പാരൻസോ ആവാം. ഓക്കെ, ആ റെപ്രസെൻറ്റേഷൻ നമുക്ക് പറയാം. ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എതിര് എന്ന രീതിക്ക് നമുക്ക് പറയാം. സോ അതിൻ്റെ ഒരു ഹാർട്ട് ബ്രേക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്നല്ല, ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിലല്ലേ നോക്കുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു വിഷമം ഗോ ത്രൂ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അവർ വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് ഒരു വിഷമം കിട്ടിയിട്ടുണ്ട് എന്ന രീതിക്ക് തോന്നുന്നുണ്ട്. കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. കിങ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മളൊരു ശരിക്കും ഒരു ഹസ്ബൻഡിൻ്റെ കാർഡ് എന്ന രീതിക്കാണ് എടുക്കുക. ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അങ്ങനെ എടുത്തോളൂ നിങ്ങൾ, മീൻസ് മാരീഡ് എന്ന രീതിയിൽ. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഒരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ തിങ്ക് ഇവിടെ മേ ബി അവരുടെ ഫാമിലി ആരെങ്കിലും നിങ്ങളുടെ മാരേജിനെതിരായിരിക്കാം. ഓക്കെ, അങ്ങനെ വല്ല ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാരേജ് എന്ന രീതിക്ക് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. 6 of wands നമ്മുടെ മാരേജിൻ്റെ കാർഡാണ് പറയുന്നത്. സോ നിങ്ങളോട് അവർക്ക് ഫീലിങ്സ് ഉണ്ടാവും. ശരിക്കും അവരെ നിങ്ങളെ, ഞാൻ നേരത്തെ തന്നെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, അവർക്ക് നിങ്ങളെ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന രീതിയിൽ, മാരേജ് എന്ന രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, അത് അവർക്ക് വേണം എന്നുമുണ്ട് ശരിക്കും. പക്ഷേ ഏസ് ഓഫ് കപ്സ് ഉണ്ട്. സോ വളരെയധികം ഫീലിങ്സ് അവർക്ക് വളരെ സ്ട്രോങ് ആണ്. നിങ്ങളോട് ഒരുപാട് അവർക്ക് ഫീലിങ്സ് ഉണ്ട് എന്ന് പറയാം. നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. അത് അവരതുകൊണ്ട് സൈലൻ്റ് ആണിപ്പോൾ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു തേർഡ് പാർട്ടി കാരണമായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇഷ്യൂ വന്നത്. അതിപ്പോൾ പാരൻസ് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടായിരിക്കും. അവർക്കും ഒരു വിഷമം അതിൻ്റെ ഉണ്ട്. അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുണ്ട്. പക്ഷേ ഒന്നുമില്ലെങ്കിൽ ഫാമിലി, അമ്മ, പാരൻസ്, അല്ലെങ്കിൽ ഈവൻ അവർ മാരീഡ് ആണെങ്കിൽ അവർ വൈഫ് ഫാമിലി ഉണ്ട് എന്നുള്ള സിറ്റുവേഷൻ, വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അവർ ഫാമിലി ഉണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ, രണ്ട് തന്നെ ആയാലും അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് ശരിക്കും പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം അവർക്കും കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ സൈലൻ്റ് ആണ് അവർ. ഐ തിങ്ക് ഇപ്പം നിങ്ങളോട് അവർ ലേശം സൈലൻ്റ് ആണ്. ചിലപ്പോൾ ഒന്നും പറയുന്നുണ്ടാവില്ല, എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, കാര്യങ്ങളൊന്നും തുറന്ന് പറയുന്നുണ്ടാവില്ല. ഓക്കെ, മജീഷ്യൻ ഉണ്ട് ഇവിടെ, 6 of wands. അവർ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. സോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, നിങ്ങളോട് സംസാരിക്കണം, കാര്യങ്ങൾ പറയണം എന്നൊക്കെ അവർക്കുണ്ട്, മനസ്സിലുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അവരിപ്പോൾ ലേശം സൈലൻ്റ് ആയിട്ട് ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട്. മേ ബി ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ അവർ ഒന്ന് ബാക്ക് ആയതായിരിക്കാം. അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയണ്ടാവില്ല. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. പക്ഷെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. 4 of cups ആണ്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. ഓക്കെ, അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ തേർഡ് പാർട്ടി, അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് തന്നെ ഇവിടെ പറയാനുള്ളൂ. ചിലവർക്ക് ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് അങ്ങനെ വല്ലതും ചെയ്ത് നിങ്ങളെ തമ്മിലൊരു സെപ്പറേഷൻ വരുത്തിയതായിരിക്കാം. ഓക്കെ, മേ ബി അവരെ ഫാമിലി ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ചിലവർക്ക് ഇവിടെ ആ ഒരു എനർജി കൂടി ഉണ്ട്. അത് എല്ലാവർക്കും മാച്ച് ആവില്ല. ഓക്കെ, കുറച്ച് പേർക്ക്. ഓക്കെ, പക്ഷേ തേർഡ് പാർട്ടി എനർജി ഇവിടെ സ്ട്രോങ് ആണ്. സോ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ പ്രശ്നം വന്നതും. ആ പ്രശ്നം വന്ന് നിങ്ങൾ അകന്ന് നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് നിങ്ങളോട് ന്യായമായത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവർ അത് ഓപ്പണായിട്ട് ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. ഇപ്പോൾ അവർ സൈലൻ്റ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഹെർമിറ്റ് മോഡിലാണിപ്പോൾ. ലേശം അവരവരുടെ
സിറ്റുവേഷനിൽ സ്റ്റക്കായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. നമ്മൾ നേരത്തെ ഒരു ഹാങ്മാൻ കണ്ടിരുന്നു. ഓക്കെ, അവർ കമ്മ്യൂണിക്കേഷനുമായിട്ട് മുന്നോട്ട് വരുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും തൽക്കാലം സൈലൻ്റ് ഒക്കെ ആണെങ്കിൽ അവർ കമ്മ്യൂണിക്കേഷനുമായിട്ട് വരും. അവരുടെ മനസ്സിൽ ഹൈഡ് ചെയ്ത് വെക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് ഹൈഡ് ചെയ്യുന്നതായിട്ട്. ഇത് ഏറ്റവും സെൻറ്ററിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സോ ഫീലിങ്സ് ഇല്ല നിങ്ങളോടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളോട് വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അത് സെൻറ്ററാണ്, ശരിക്കും സെൻറ്ററിലാണ് കിടക്കുന്ന റീഡിങ്ങിൻ്റെ. സോ അവർക്കും ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അവർക്കും നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് ന്യായമായത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അവർക്കും ഒരു വിഷമമുണ്ട്. ത്രീ ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. അവർക്കും വിഷമമുണ്ട് തീർച്ചയായിട്ടും. ഇത് സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം, ഇതിലൊരു സക്സസ് വിക്ടറി വേണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റുക എന്നൊക്കെ അവർക്ക് ആലോചനയുണ്ട്. ആൻഡ് ഇവിടെ അഗെയിൻ നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇതാണ് അവരുടെ മൈൻഡിൽ ഡീപ്പായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിടക്കുന്നത്. ശരിക്കും അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, മേ ബി അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ റീഡിങ് അതാണല്ലോ നോക്കുന്നത്, അവരെന്താ മനസ്സിൽ ഹൈഡ് ചെയ്യുന്നതെന്ന്. നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളെ വിട്ടുപോയി, എന്തെങ്കിലും സെപ്പറേഷൻ നിങ്ങൾ തമ്മിൽ ടവർ കാർഡ് ഉണ്ട് ഇവിടെ. സോ നിങ്ങൾ തമ്മിൽ വിട്ടുപോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും വിഷമമുണ്ട്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്ന കാർഡൻ അതാണ്. സോ അവർക്കും വിഷമമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അത് നിങ്ങൾ തമ്മിൽ അകലാൻ റീസൺ തേർഡ് പാർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. അവർ ആരും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ തമ്മിൽ ഒന്നാവണം എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ മേ ബി അവർക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ സാധിക്കുന്നില്ല. പക്ഷേ ഫീലിങ്സ് വൈസ് യെസ് അവർക്ക് ഒരുപാടുണ്ട്. ശരിക്കും നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഫാമിലി പോലെ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. വേറെന്താണ് അവരുടെ മനസ്സിൽ എന്താ ചിന്തിക്കുന്നത് നോക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ അവരുടെ മൈൻഡിൽ ഡീപ്പായിട്ട് എന്താണ് ഫീലിങ്സ് എടുക്കുന്നത്? 5 കപ്സ്, യെസ്. 4 ഓഫ് സോർഡ്സ്, നല്ല വിഷമമുണ്ട്, നല്ല വിഷമത്തിലാണ് ഇരിക്കുന്നവർ. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, യെസ്. തേർഡ് പാർട്ടി എനർജി, ഫാമിലി. 9 ഓഫ് വാണ്ട്സ്, 3 ഓഫ് പെൻറ്റിക്കിൾസ്, ടവർ. നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു എൻഡിങ് തന്നെയാണ് എനിക്ക് കാണുന്നത്. എൻഡിങ് എന്ന് പറയുന്നില്ല, എൻഡിങ് എന്ന രീതിക്ക് ഞാൻ പറയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഇപ്പോഴത്തെ ഒരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ട്. ഒരു ബ്രേക്കപ്പ്, സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഒരു അകൽച്ച വെക്കുന്നുണ്ട് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന്. അത് അവർ പക്ഷെ വേണം വെച്ചല്ല ചെയ്യുന്നത്. തേർഡ് പാർട്ടി എനർജി കാരണമാണ്. തേർഡ് പാർട്ടി ആണ് റീസൺ. അത് പാരൻ്റ് ആവാം, അഗെയിൻ പാരൻ്റ് ആവാം, വൈഫ്, ഹസ്ബൻഡ്, അങ്ങനെ ആവാം, ഫാമിലി എന്ന രീതിയിലാവാം. മീൻസ് നമ്മൾ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, എന്നിട്ട് ഒരു വീട്ടിൽ നമ്മൾ പറയില്ലേ മണി കൺട്രോൾ ചെയ്യുന്ന, അങ്ങനെ പറയാൻ പറ്റില്ല, ആരെയാണോ നമ്മൾ സംരക്ഷിക്കേണ്ടത് ആ രീതിക്ക് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ അവർ സംരക്ഷിക്കേണ്ട ഒരാളുടെ കാര്യത്തിന്, അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് തട്ടിക്കളയാൻ പറ്റില്ല അല്ലേ, അല്ലെങ്കിൽ അവരെ വിട്ടിട്ട് വരാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻ ഇവിടെ പക്ഷേ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. 5 ഓഫ് കപ്സ് ആണ്. ഓക്കെ, 5 ഓഫ് കപ്സ് പറയുമ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ടവറാണ്, എൻഡിങ് ആണെങ്കിൽ ടവർ കാർഡ് 2 വന്നു കഴിഞ്ഞു. സോ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ട്. പോരാത്തതിന് ഓക്കെ ന്യൂ മൂൺ വരുന്നുണ്ട്, അമാവാസി വരുന്നുണ്ട് 2 ദിവസത്തിൽ. അതിൻ്റെ എനർജീസ് ഇപ്പം ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഓൾറെഡി വാക്ക് തർക്കം ഇങ്ങനെ വല്ല വന്നിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, വരാനുള്ള സാധ്യതയാണ്. സോ പ്ലീസ് കെയർഫുൾ ആയിരിക്കാം. ഐ തിങ്ക് ഇത് ഒരു ചെറിയൊരു ബ്രേക്കെങ്കിലും വരാനുള്ള ഒരു സാധ്യതയാണ്, അകൽച്ച വരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ്. ഓക്കെ, തേർഡ് പാർട്ടി കാരണമാണ്. അവരെ പാരൻസ് സമ്മതിക്കുന്നുണ്ടാവില്ല കല്യാണത്തിന്, അങ്ങനെയായിരിക്കാം. അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ അവർ ഓൾറെഡി മാരീഡ്, അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കാം. ആൻഡ് ഇവിടെ 4 ഓഫ് സോർഡ്സ് ആണ്. ചിലവർ സെപ്പറേഷൻ തന്നെയാണ്, അഗെയിൻ ഒരു അകൽച്ച സെപ്പറേഷൻ തന്നെയാണ് ഇവിടെ വീണ്ടും കാണുന്നത്. നിങ്ങളുടെ അടുത്ത് സംസാരം ഉണ്ടാവില്ല, കോണ്ടാക്ട് ഉണ്ടാവില്ല. കോണ്ടാക്ട് ഉണ്ടെങ്കിൽ തന്നെ മേ ബി അവർ തുറന്ന് പറയുന്നുണ്ടാവില്ല കാര്യങ്ങൾ. പക്ഷെ അവരും വിഷമിക്കുന്നുണ്ട്. ഓക്കെ, കാർഡ്സ് ഒരു മെജോറിറ്റി ഇവിടെ കാർഡ്സ് വന്നിരിക്കുന്നത് അവരും ഒരു വിഷമത്തിലിരിക്കുന്നു എന്ന രീതിക്കാണ്. അവർക്കത് മാറ്റണം എന്നുണ്ട്, ആ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. മുന്നോട്ടൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അവർ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ലെങ്കിൽ അവരെ മനസ്സിൽ ഇപ്പോൾ ഡീപ്പായിട്ട് കിടക്കുന്നത് അവരും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും ഇത് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട്, സക്സസ് വേണം എന്നവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഉണ്ടായിരുന്നു. ഫീലിങ്സിലാണ് അവരും നല്ലോണം അവരുടെ ഇമോഷൻസ് ഇപ്പോൾ അവർക്കും ഉണ്ട് ഇപ്പോൾ മനസ്സിൽ. ഓക്കെ, നിങ്ങളെങ്ങാനും വിട്ടുപോയതാണെങ്കിലും ശരി, അല്ല അവർ വിട്ടുപോയതാണെങ്കിലും ശരി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കത്തിൽ വന്ന് പ്രശ്നമായിട്ടായാലും ശരി, ഇപ്പോൾ അവരും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഞാൻ ഒറക്കിൾ കാർഡ്സ് ഒന്നും എടുക്കുന്നില്ല, തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. ഇന്നത്തെ റീഡിങ് അവരുടെ മനസ്സിൽ ഡീപ്പായിട്ട് ഇന്ന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, അത് ഓക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.